വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി മേക്കപ്പ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മേക്കപ്പ് വീഡിയോ എന്നാൽ ഞാൻ സിമ്പിളായിട്ട് ഒരുങ്ങുന്ന എന്നാൽ അത്യാവശ്യം നല്ല രസമായിട്ട് തോന്നുന്ന ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഒരു ട്രഡീഷണലായിട്ട് നല്ല ട്രഡീഷണൽ അല്ല, എന്നാൽ നമുക്ക് അത്യാവശ്യം മോഡേൺ ട്രഡീഷണലായിട്ട് സിമ്പിളായിട്ട് ഒരുങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയ്ക്ക് പോകാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വാളിറ്റിയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനായി നമുക്ക് അടിമുടി ഒന്ന് മാറ്റിയെടുക്കാം. ഓക്കെ, ആദ്യം വന്നിട്ട് ഈ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ ഇടുന്നത്. നമ്മൾ എന്ത് മേക്കപ്പ് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ അവിടെ എപ്പോഴും നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സായിട്ടിരിക്കും. എന്ത് മേക്കപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് മോയ്സ്ചറൈസർ ക്രീം ഇട്ടിട്ട് സെറ്റാക്കി വയ്ക്കുക. അതുപോലെ ലിപ് ബാം ഇട്ടിട്ട് സെറ്റാക്കി വയ്ക്കുക. എന്നെങ്കിലാണ് നമ്മൾ ചെയ്യുന്ന മേക്കപ്പൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നമ്മുടെ ഫേസിൽ ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ തോന്നും കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ ഐബ്രോ സെറ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഏതൊരു മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിരികം നല്ല സെറ്റായിട്ടിരുന്നാൽ തന്നെ നമ്മുടെ മുഖം നല്ല എടുത്ത് കാണിക്കും. അതൊരു പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ പിരികം ഇരിക്കുന്നത് ഇങ്ങനെ എഴുതി കാണിച്ചിട്ടാവേ. അപ്പോൾ പിരികം ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കണ്ണാടി എടുത്തിട്ട് അതിൽ നോക്കിയിട്ട് കറക്റ്റ് വരച്ചു കൊടുക്കാറ് കേട്ടോ. അതിന് ശേഷം നമ്മളിത് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ബ്രഷിൻ്റെ തുമ്പ് പൊട്ടിയിട്ടോ ഞാൻ വരുമ്പോൾ മറ്റേ ലഗേജിലിട്ടിട്ട് ഫ്ലൈറ്റിൽ നിന്ന് അങ്ങനെ പൊട്ടിയതാട്ടോ. കണ്ട ഇപ്പോഴത്തെ നേരത്തെ ഡിഫറൻറ്റും. ഇനി ഇത് നമുക്കൊന്ന് ഹൈലൈറ്റും കൂടെ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺസീലർ, ഒരു ബ്രഷ് കേട്ടോ. ബ്രഷിൽ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ കണ്ണാടി നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ആവില്ല. കൺസീലർ നമ്മളൊരു ബ്രഷിലെടുത്തിട്ട് നമ്മുടെ പിരികത്തിൻ്റെ ഷേപ്പിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളിങ്ങനെ നീലന വരച്ചു കൊടുക്കുക. നീലന വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടിയിലേക്കാക്കിയിട്ട് ഇങ്ങനെ ആ കൺസീലറിനൊന്ന് മായ്ച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ എടുത്ത് നിൽക്കുക, ഒരു ബ്രൈറ്റായിട്ട് നിൽക്കണ പോലെ തോന്നും. നമുക്ക് മേലത്തെ സൈഡിലും അതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ കണ്ണിൻ്റെ കറുപ്പ് നിറലോട്ടും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിരികം നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അപ്പം മേലത്തെ സൈഡിലും ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പിരികത്തിൻ്റെ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഇപ്പം തന്നെ നോക്കി എൻ്റെ ഒറിജിനൽ പിരികവും വരച്ചപ്പോഴുള്ള പിരികവും തമ്മിലുള്ളൊരു വ്യത്യാസം. ഇപ്പം തന്നെ എൻ്റെ മുഖം ഒരു ബ്രൈറ്റ് ആയില്ലേ. ഈ കൺസീലർ എന്ന് വെച്ചിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിലും ഇവിടേക്ക് ഒന്ന് ബ്ലാക്ക് കളേഴ്സ് ഉള്ള ഇടത്തൊക്കെ ഇടാട്ടോ. ഞാൻ പിന്നെ അങ്ങനെ വലിയ മേക്കപ്പൊന്നും ചെയ്യുന്ന ആളല്ല. മീൻസ് ചെയ്യും, പക്ഷെ അങ്ങനെ ഭയങ്കര ഫൗണ്ടേഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല. എനിക്ക് കൺസീലർ വെച്ചിട്ട് തന്നെ ചെയ്യാനായിട്ട് ഇഷ്ടം. എനിക്ക് കൺസീലർ വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ രസമായിട്ട് തോന്നുന്നത്. എനിക്ക് ഫൗണ്ടേഷനേക്കാളും ഇഷ്ടം കൺസീലർ യൂസ് ചെയ്യാനാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ് കേട്ടോ. ഫൗണ്ടേഷൻ അല്ലാതെ ഇട്ട് വന്നിട്ട് അതൊരു വേറെ ലുക്കാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ലുക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൺസീലർ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കാം കേട്ടോ. നെക്കിലും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ. എനിക്കിങ്ങനെ ഓയിലി ആയിട്ടിരിക്കണേ കാണാനായിട്ട് ഇഷ്ടം. അങ്ങനെ പൗഡർ ഒന്നും ഇട്ടില്ല, ബ്രഷ് വെച്ചിട്ട് ഒന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ചെയ്തേ. ഓയിലായിട്ട് ചെയ്യുമ്പോൾ പിരികത്തുന്ന വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കൺസീലറിൻ്റെ. അപ്പോൾ അത് നമ്മൾ കളയണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ഇല്ലെങ്കിൽ അവിടെ ഒരു പൊടിയായിട്ടിരിക്കുക. അപ്പോൾ അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ഈ ബ്രഷ് വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്ത് കൊടുത്താൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി കിട്ടും. എന്തൊക്കെ ചെയ്താലും നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇതേപോലെ തന്നെ പിരികം ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ മുഖത്ത് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം. അതും ഭയങ്കരമായിട്ട് പ്രത്യേകിച്ച് ഡാർക്ക് കളേഴ്സൊക്കെ ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്കിന് ഒരു പ്രത്യേക തരം കഴിവുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ചുണ്ടൊന്ന് ലിപ് ലൈനർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുക്കാം.
ഇനി വന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്. ഈ കളർ മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. ഹെവി ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യുന്നില്ല. പക്ഷെ ഇതന്നെ നല്ല രസമായിട്ടിരിക്കും കേട്ടോ. തുറക്കാൻ കിട്ടുന്നില്ല ഇനി. ഇത് മറ്റേ ലിക്വിഡാണ്. കണ്ടില്ലേ ഫേസ് മാറിയ മാറ്റം. എന്നിട്ട് നമ്മളൊരു പൊട്ട് വെച്ചെടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും പൊട്ട് വയ്ക്കും. എനിക്ക് പൊട്ടില്ലാണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാനൊരു കുഞ്ഞ് കറുപ്പ് പൊട്ട് വെച്ചെടുക്കാം. ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റി കാണിച്ചു തരാം കേട്ടോ. ഈ ചുരിദാറാണ് ഇട്ട് വന്നത്. ഇതൊരു സ്ലീവ്ലെസ് ടോപ്പാണ്, പച്ചയാണ്. അതേപോലെ തന്നെ ഇതിന് ഷോൾ വന്നിട്ട് ഒരു യെല്ലോ ആണ് കേട്ടോ. ഞാൻ ഈ ഒരു കോംബോ ചെയ്യാൻ കഴിച്ചു. പാൻറ്റും ഗ്രീൻ, നമ്മുടെ ഷോൾ വന്നിട്ട് യെല്ലോ. അപ്പോൾ ഞാൻ മാറിയിട്ട് വരാം. സെൻറ്റർ എടുക്കാം. സെൻറ്റർ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ട്വിസ്റ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ക്രാബ് കുത്തി എടുക്കാം. ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് എടുത്തു. സിമ്പിളായിട്ട് നല്ല രസമായിട്ട് ചെയ്യാൻ പറ്റില്ല ഹെയർ സ്റ്റൈലാണ് കേട്ടോ. ഇത് ഇവിടെയും കുത്തി കൊടുക്കുക. എൻ്റെ അടുത്ത് 2 പണിയില്ലാത്തതുകൊണ്ട് ഞാൻ 2 കൂടെ ഒന്നാക്കാം കേട്ടോ ചെയ്തത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ ഹെയറൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ യെല്ലോ ഷാളും ഇട്ടെടുത്ത് ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.